അതങ്ങനെ ആയിരിക്കാം. ഹരി എന്നോട് പറഞ്ഞ മറുപടിയും വളരെ ഷാർപ്പായിരുന്നു. ഒരിക്കൽ ഞാൻ വലിച്ചെറിഞ്ഞ വീണയെ വീണ്ടും സ്വീകരിക്കാനുള്ള അവകാശത്തെക്കുറിച്ച് ചോദിച്ചു. ഇതും വീണ പറഞ്ഞ് ചെയ്യിക്കുന്നാണോന്ന് വരെ ചോദിച്ചു. കല്യാണി കൂടിയില്ലാതെ അച്ഛൻ നമ്മളെ അംഗീകരിക്കില്ല അല്ലേ? വിപിനെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അച്ഛന്റെ സ്വത്ത് കിട്ടാൻ ഈ ഒരു മാർഗം മാത്രമേ ഉള്ളൂ എന്നതുകൊണ്ടല്ലേ വിപിൻ എന്നെ കുറിച്ച് ചിന്തിച്ചതും എന്നെ കാണാൻ വന്നതും ഒക്കെ? വീണ, അച്ഛൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞു എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ അതിനേക്കാൾ എത്രയോ മുമ്പേ അവർ ഈ കാര്യത്തിൽ എന്നെ ഉപദേശിക്കാൻ തുടങ്ങിയാന്നറിയാവോ? അവരുടെ ഉപദേശങ്ങളിൽ നിന്നാ ഞാൻ മാറി ചിന്തിക്കാൻ തുടങ്ങിയത്. അത് സത്യം തന്നെ. പക്ഷേ എന്റെ കയ്യിലിപ്പോ ഒരു ജീവിതം ഇല്ല. തന്നെ ഞാൻ എന്റെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചത് അത് സത്യസന്ധമായിട്ടാ, എല്ലാം ഒന്ന് തിരുത്താൻ വേണ്ടിട്ടാ. മോള് നമ്മളോട് എത്തിക്കഴിഞ്ഞാ ഞാൻ നോക്കുന്നതും അങ്ങനെ തന്നെയായിരിക്കും. അതിൽ ഇനി ഒരു സംശയം വേണ്ട. കല്യാണിയെ നമ്മളോട് കൊണ്ടുവരാൻ നിയമപ്രകാരമുള്ള എല്ലാ അധികാരവും നമുക്കുണ്ട്. അതിന് ഹരിയുടെ തീരുമാനത്തിനു വേണ്ടി കാത്തിരിക്കേണ്ട കാര്യമില്ല. എടോ, നമുക്ക് നമ്മുടെ മോളെ വിളിച്ചോണ്ടുവരാം. വേണ്ട വിപിനെ, ഒരു ബഹളം ഉണ്ടാക്കുന്നത് അത്ര നല്ലതല്ല. ഞാനതിന് ശ്രമിച്ചതാ. പിന്നെ വിപിൻ കരുതുന്നത് പോലെ അത്ര നിസ്സാരക്കാരനൊന്നും അല്ല ഹരിയേട്ടൻ. ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചൊരു കാര്യത്തിനു വേണ്ടി ഒരുപക്ഷെ ഒരാളെ കൊല്ലാൻ പോലും ഹരിയേട്ടൻ മടിക്കില്ല. പിന്നെ എന്ത് ചെയ്യണമെന്നാ പറയുന്നേ? എനിക്ക് വിപിനൊപ്പം ജീവിക്കണം. എന്റെ സ്വപ്നങ്ങളൊക്കെ സാധ്യമാക്കണം.